പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് വരുമെന്ന്. വന്നിട്ട് ഇനി എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നറിയില്ല. ഏതായാലും അതെല്ലാം ഓർത്തിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ICU കിടക്കുമ്പോൾ എന്നൊന്നും ബില്ല് വരുമല്ലോ. ആ ബില്ല് കണ്ടു കഴിയുമ്പോഴേക്കും ചേട്ടന്മാർ രണ്ടും പറയുവാണ് ഇത് ബാലേന്ദ്രനാണ് അടയ്ക്കേണ്ടത്, അവൻ്റെ ഭാര്യയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്ന്. അപ്പോൾ യുവമാരുടെ ആരും അല്ലായിരിക്കും. ഏതായാലും അവന്മാർ ഇത് പറഞ്ഞു കഴിയുമ്പം ഈ കാര്യം ഗോവർദ്ധൻ ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവന്മാർക്ക് അന്തസ് ഉണ്ടായിരുന്നുവെങ്കിൽ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പം ആ ബില്ല് എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. എന്നിട്ട് പറയണം ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ബില്ലാണ്, ഇത് ബാലേന്ദ്രൻ അടയ്ക്കോ അത് ഞങ്ങൾ അടയ്ക്കണോ എന്ന് ചോദിക്കണമായിരുന്നു, അതായിരുന്നു അന്തസ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് വന്നതായിരിക്കാം. അത് കഴിഞ്ഞിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഗോവർദ്ധൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ കിടപ്പും ആ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഏട്ടന് സങ്കടം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുവാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അല്ലാതെ അഭിനയിക്കേണ്ടതല്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് വൈജയന്തിയെ കാണാനായിട്ട് ICUയിൽ കയറുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അവിടെ പോയി ഇങ്ങനെ വൈജയന്തി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ബാലേന്ദ്രൻ്റെ മനസ്സിലൂടെ പോകുന്നത് അന്ന് വൈജയന്തി ലാസ്റ്റ് പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കാൻ ഒട്ടും താല്പര്യമില്ല, പിന്നെ മക്കളെ ഓർത്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.